മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ. ഭക്തരെ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട, നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ ഇപ്പോഴും തകരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തനാണ്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടി കാത്തിരിക്കാതെ ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ആ ഒരു കാര്യം, അത് എന്ത് തന്നെയായാലും മറക്കേണ്ടതാണ്. പലപ്പോഴും മനുഷ്യന് മറവി ഒരു അനുഗ്രഹമാണെന്ന് അറിയുക. ദുഃഖമുള്ള കാര്യം ഓർക്കും തോറും നിങ്ങൾക്ക് ദുഃഖം മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചനാഥൻ, കൈലാസനാഥൻ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. എന്തു വന്നാലും പ്രപഞ്ചനാഥൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിനെ കരുത്തു നൽകുക. ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരവസരം തന്നില്ലെന്ന് വരും. സ്വന്തം മക്കൾക്ക് കഷ്ടം വരണം എന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെയാണ് മഹാദേവനും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും മഹാദേവന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കഷ്ടം വരാൻ മഹാദേവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നാൽ കർമ്മഫലത്തിൽ നിന്നും ആർക്കും ഒഴിവാകാൻ കഴിയില്ല. അതിനാൽ എല്ലാ ഭക്തരും നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുക, നല്ലതു മാത്രം ചിന്തിക്കുക. നല്ല പ്രവൃത്തി നിങ്ങൾക്ക് നല്ല കർമ്മഫലം കൊണ്ടുതരുന്നു. നിങ്ങൾക്ക് മഹാദേവനോടുള്ള ഒരു പ്രാർത്ഥനയും വെറുതെയായി പോകില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ സഫലമാകുന്നതായിരിക്കും. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃ ശിവായ.